أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد أفلح المؤمنون الذين هم في صلاتهم خاشعون 18ാമത്തെ ജുസ് സൂറത്തുൽ മുഅ്മിനൂൻ കൊണ്ടാണ് തുടങ്ങുന്നത്. 118 ആയത്താണ്. 6 റുക്കൂകളാണ് ഈ സൂറത്തിലുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ മുഅ്മിനൂൻ. ഈ സൂറത്തിൽ മുഅ്മിനീങ്ങളുടെ ഗുണങ്ങൾ, അവരുടെ വിശേഷണങ്ങൾ പറയുന്ന സൂറത്താണ്. ഇമാം അഹ്മദ് റഹ്മുല്ല റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിൽ കാണാൻ കഴിയും, ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നതായിട്ട്, ഈ ആയത്തിൽ പറയപ്പെട്ട ഗുണങ്ങൾ, പ്രത്യേകിച്ച് 10 ആയത്തുകളിലായിട്ട് ഏകദേശം 7 ഗുണങ്ങളാണ് മുഅ്മിനീങ്ങൾക്ക് വേണ്ട 7 ഗുണങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഈ ഗുണങ്ങൾ, ഈ 10 ആയത്തിൽ പരാമർശിക്കപ്പെട്ട ഗുണങ്ങൾ ഏതൊരാളിലാണോ സമ്മേളിക്കുന്നത്, അദ്ദേഹത്തിന് നേരെ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയും. ഉമർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതാണ്. മാത്രമല്ല ഇമാം നസായി റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിൽ കാണാൻ കഴിയും, ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുകയുണ്ടായി നബിതങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച്. വ്യത്യസ്ത റിപ്പോർട്ടുകളുണ്ട്. അതിൽ ഇമാം നസായി റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും, ആയിഷ റളിയല്ലാഹു തആല അൻഹ ഈ ആയത്തുകൾ, ഈ 10 ആയത്തുകൾ ഓതുകയാണ് ചെയ്തത്. അപ്പം ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. അതിൽ മുഅ്മിനീങ്ങളുടെ ഗുണങ്ങൾ പറയുകയാണ്. മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. അതിലാദ്യത്തെ ഗുണമാണ് അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നമസ്കാരത്തിൽ ഭയഭക്തി ഉള്ളവരാണ്. അപ്പോൾ ഇതിൽ മുഅ്മിൻ എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥ മുഅ്മിനാണ്. യഥാർത്ഥ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ നിഫാഖില്ലാത്ത, ഉള്ളിൽ കലർപ്പില്ലാത്ത, യഥാർത്ഥ ഈമാനുള്ള മുഅ്മിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പോൾ അവിടെ മുഅ്മിൻ, ഈമാൻ എന്നൊരു ഗുണം അവിടെ ഏറ്റവും പ്രധാനമാണ്. രണ്ടാമത്തേതാണ് നമസ്കാരം. അപ്പോൾ നമസ്കാരത്തിൽ അവർക്ക് ഭയഭക്തിയുണ്ട്, ഖുശൂ ഉണ്ട്. മൂന്നാമത്തേതാണ് അനാവശ്യ കാര്യങ്ങൾ, ലഗ്വ്. അനാവശ്യമെന്ന് പറഞ്ഞാൽ ദുനിയാവിലോ ആഖിറത്തിലോ ഒരു പ്രയോജനവുമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് അവർ മാറി നിൽക്കും. അങ്ങനെയുള്ള ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെടാറില്ല അവർ. അടുത്തത് ലിസക്കാത്തി ഫായിലു, സക്കാത്ത് നിർവഹിക്കും. ഇതിന് തഫ്സീറുകളിൽ 2 അഭിപ്രായമാണ് മുഫസ്സിരീങ്ങൾ പറയുന്നത്. ഒന്ന്, ആത്മപരിശുദ്ധി നടത്തുന്നവരാണവർ. ഫായിലൂൻ എന്ന വാക്കിലൂടെ സക്കാത്തിൻ്റെ അർത്ഥം ആത്മശുദ്ധി എന്നും മുഫസ്സിരീങ്ങൾ വ്യാഖ്യാനിക്കുന്നുണ്ട്. പിന്നൊന്ന്, സക്കാത്ത് മുറ പോലെ നൽകുന്നവരാണ്. അപ്പോൾ ഈ 2 ഉദ്ദേശവും ഇവിടെ ശരിയാണ്. അതുപോലെ തന്നെ അവരുടെ ഗുഹ്യഭാഗം, പ്രൈവറ്റ് പാർട്ടുകൾ അവർ സൂക്ഷിക്കുന്നവരാണ്. എന്നാൽ അത് ഹലാലായ മാർഗങ്ങളിൽ അവർക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷമുള്ളത്, അവർ അമാനത്തുകളും കരാറുകളും പാലിക്കുന്നവരാണ്. ആരെങ്കിലും എന്തെങ്കിലും അമാനത്തുകൾ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ വിശ്വസിച്ചേൽപ്പിക്കുന്ന കാര്യം കൃത്യമായി ആ വിശ്വാസം പുലർത്തി അവരത് തിരികെ ഏൽപ്പിക്കും. ആരോടെന്തെങ്കിലും കരാറുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ കരാറ് കൃത്യമായി അവർ പൂർത്തിയാക്കുന്നവരാണ്. അതുപോലെ തന്നെ നമസ്കാരം സൂക്ഷിക്കുന്നവരാണ്. ആദ്യം പറഞ്ഞു നമസ്കാരത്തിൽ ഭയഭക്തിയുണ്ട്. അടുത്ത പറയുന്നു നമസ്കാരം സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് നമസ്കാരം കൃത്യമായി നിസ്കരിക്കുക. യാത്രയിലാണെങ്കിലും നാട്ടിലാണെങ്കിലും രോഗാവസ്ഥയാണെങ്കിലും ആരോഗ്യാവസ്ഥയിലാണെങ്കിലും ഏത് സമയത്തും നമസ്കാരം സൂക്ഷിക്കുക. നമസ്കാരത്തിൽ ഒരു വീഴ്ചയും വരുത്താതിരിക്കുക. അതുപോലെ തന്നെ നമസ്കാരത്തിൽ പറയപ്പെട്ട നിബന്ധനകളും ആദാബുകളും അതിൽ പറഞ്ഞ മര്യാദകളും അതിൻ്റെ സുന്നത്തുകളും എല്ലാം കൃത്യമായി പാലിക്കുക. ഇത് രണ്ടും ഇതിൽ വരുന്നതാണ്. അപ്പോൾ ഭയഭക്തി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ആന്തരികമായ വിഷയമാണ്. അള്ളാഹുവുമായിട്ടുള്ളതാണെങ്കിൽ ഇത് ബാഹ്യമായ എല്ലാ കാര്യങ്ങളും അത് ക്ലിയർ ആയിരിക്കുകയും വേണം. അതിനുശേഷം പറയുകയാണ്, ഇവരാണ് യഥാർത്ഥ അനന്തരാവകാശികൾ. എന്തിൻ്റെ അനന്തരാവകാശികൾ? സ്വർഗത്തിൻ്റെ അനന്തരാവകാശികൾ, ഫിർദൗസിൻ്റെ അനന്തരാവകാശികൾ ഇവരാണ്. അപ്പോൾ ഇവർക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഗുണങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അതിനുശേഷം ഈ സൂറത്തിൽ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ ഘട്ടം ഘട്ടമായിട്ട് പല സന്ദർഭങ്ങളിൽ അള്ളാഹു അത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും എന്ത് ചെയ്തിട്ടുണ്ട്? ഘട്ടം ഘട്ടമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചതും ഒക്കെ കൃത്യമായി എന്ത് ചെയ്യുകയാണ്? പറയുകയാണ്.
നമ്മൾ കൂടുതലായിട്ട് അവനെ മനസ്സിലാക്കാൻ വേണ്ടി. അതിനുശേഷം 7 ആകാശങ്ങളെ തട്ടായിട്ട് അത് സൃഷ്ടിച്ചത് സസ്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ, അതുപോലെ തന്നെ മൃഗങ്ങൾ. ആ മൃഗങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഉപകാരങ്ങൾ, പാല് നമ്മൾക്കെടുക്കുന്നു, അതുപോലെ തന്നെ അതിൻ്റെ രോമങ്ങൾ കൊണ്ട് നമ്മൾ വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ അതിൽ കയറി നമ്മൾ യാത്ര ചെയ്യുന്നു. ഇങ്ങനെയുള്ള മനുഷ്യൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല മൃഗങ്ങളെ സൃഷ്ടിച്ചു. തുടങ്ങിയ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് അടുത്ത ആയത്തുകളിലായിട്ട് വിവരിക്കുന്നത്. ശേഷം ദുനിയാവിൽ വന്നതിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്, അതുപോലെ തന്നെ മരിച്ചതിന് ശേഷം നമ്മൾ ആഖിറത്തിൽ കണ്ടുമുട്ടാൻ പോകുന്ന കാര്യം, ഇത് ഓരോ പ്രവാചകന്മാർ തൻ്റെ സമുദായത്തിന് നടത്തിയ പ്രബോധനം ഈ വിഷയം തന്നെയായിരുന്നു എന്നുള്ളതും, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇനി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്ന പ്രവാചകന്മാരുടെ ശൃംഖല, ഇവരെല്ലാവരും നടത്തിയ ദഅവത്ത് ഇത് തന്നെയാണ്. അവരുടെ ഓരോരുത്തരുടെ സമുദായത്തിൻ്റെ അടുക്കലും വന്ന് പറഞ്ഞതും അള്ളാഹുവിനെക്കുറിച്ചും ആഖിറത്തെക്കുറിച്ചുമാണ് എന്നുള്ള കാര്യമാണ് പിന്നെ ഓരോ ആയത്തുകളിലായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുന്നത്. പിന്നെ മനുഷ്യരെ 2 കൂട്ടരായിട്ട് വേർതിരിക്കുകയാണ്. ഒരു ഭാഗത്ത് അള്ളാഹുവിനെ അനുസരിച്ച്, അള്ളാഹുവിനെ ഭയന്ന് ആഖിറമുണ്ടെന്ന വിശ്വാസത്തോടുകൂടെ ജീവിക്കുന്ന ഒരു ഭാഗം. മറ്റൊരു കൂട്ടം ജനങ്ങൾ അജ്ഞതയും അന്ധകാരവും തർക്കവുമായിട്ട് അള്ളാഹുവിനെ നിഷേധിച്ച് തള്ളി ആ രീതിയിൽ ജീവിക്കുന്ന ഒരു കൂട്ടം. സജ്ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരസ്പര സ്നേഹമുണ്ട്, അവർക്ക് ഹിദായത്തിൻ്റെ പ്രകാശമുണ്ട്. അതുപോലെ തന്നെ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി അവരുടെ ഗുണങ്ങളെക്കുറിച്ച് അള്ളാഹു പറയുകയാണ്. അവർക്ക് അള്ളാഹുവിൻ്റെ ഭയമുണ്ട്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ അവർ ഈമാൻ വെക്കുന്നു, അവർ വിശ്വസിക്കുന്നു. അള്ളാഹുവിൻ്റെ ഈ ഭൂമിയിൽ അവൻ കാണിച്ചു തന്നിരിക്കുന്ന അവൻ്റെ ദൃഷ്ടാന്തങ്ങളുണ്ട്. അപ്പോൾ അതിൽ അവർ അടിയുറച്ച് വിശ്വസിക്കുന്നു. ഇതെല്ലാം അള്ളാഹുവിൻ്റെ ഖുദ്റത്താണെന്ന് വിശ്വസിക്കുന്നു. അവർക്ക് ആരെ കാണിക്കാൻ വേണ്ടിയോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല അവർ മുഅ്മിനായതും അവർ അമലെ സാലിഹാത്ത് ചെയ്യുന്നതും. അവർക്ക് പൂർണ്ണമായും അള്ളാഹ് എന്ന ദാത്തിൽ അവരടിയുറച്ച് വിശ്വസിക്കുകയാണ് എന്നും അവർ മുഹ്സിനീങ്ങളാണ് എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നല്ല ആൾക്കാരെക്കുറിച്ച് പരാമർശിക്കുന്നു. എന്നാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു വിഭാഗമുണ്ട്. അവരെ സംബന്ധിച്ച് പറയുന്നത് എന്താണ്? അവർ ഭാഗ്യം കെട്ടവരാണ്, അവർ ഖുർആനെ കളിയാക്കുകയാണ്. അതിനുള്ള കാരണങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഒന്ന് പ്രധാനമായിട്ടും അവർ ബുദ്ധി ഉപയോഗിക്കുന്നില്ല എന്നാണ്, അവർ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് പിടിവാശി. പിടിവാശി കാരണമാണ് അവരിതൊന്നും എന്ത് ചെയ്യാത്തത്. കാര്യങ്ങളറിയാം, ഒരു കൂട്ടർ അങ്ങനെയാണ്, കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെടും. പക്ഷേ അവർ എങ്ങനെ അവരുടെ അഭിമാനം അത് ഇതുമെല്ലാം വെച്ചുകൊണ്ട് പിടിവാശിയുടെ പേരിൽ എന്ത് ചെയ്യൂല, പരിശുദ്ധ ദീനിലേക്ക് കടക്കാൻ അവർ തയ്യാറാകൂല. പിന്നെ മൂന്നാമത് ഒരു ചോദ്യോത്തര ശൈലിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ഓരോരുത്തരെ ഉണർത്തുകയാണ്. അപ്പോൾ ആ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ചോദ്യോത്തര ശൈലിയിൽ അവരോട് എന്ത് ചെയ്യുന്നു, പറയുന്നു, നിങ്ങൾ ഹക്കിനെ ഇഷ്ടപ്പെടുന്നില്ലേ? ഹക്കിനെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഹക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ താല്പര്യങ്ങൾ അനുസരിച്ചാകണമെന്നാണോ? അതായത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന വഹീ, അത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് അതിലെ നിയമങ്ങൾ മതി എന്നാണോ എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. എന്ന് വെച്ചാൽ ദേഹേച്ഛയെ പിൻപറ്റി തൻ്റെ സുഖവും അതുപോലെ തന്നെ തൻ്റെ ആർഭാടവും ദുനിയാവിലുള്ള തൻ്റെ ആ ഇച്ഛിക്കുന്ന രീതിയിലുള്ള ജീവിതവും, ഈ ജീവിതമാണ് അവനെ പരിശുദ്ധ ദീനിലേക്ക് കടക്കാൻ തടസ്സമാകുന്നത്. അപ്പോൾ അവരൊരു ചോദ്യോത്തര ശൈലിയിൽ അള്ളാഹു ഉണർത്തുകയാണ് ഇവിടെ. നീ ആഗ്രഹിക്കുന്നത് നിൻ്റെ ദേഹേച്ഛയും അതുപോലെ തന്നെ നിൻ്റെ താല്പര്യവും അനുസരിച്ച് ഹക്ക് വരണമെന്നാണോ? അതായത് വഹിയിലൂടെ നീ എന്തൊക്കെയാണോ ഇഷ്ടപ്പെടുന്നത്, നീ എങ്ങനെ ജീവിക്കാനാണോ ഇഷ്ടപ്പെടുന്നത്, അതനുസരിച്ച് വഹി വരിക, അങ്ങനെയാണോ നീ ആഗ്രഹിക്കുന്നത്? അങ്ങനെ വഹി വരികയാണെങ്കിൽ പിന്നെ മനസ്സിലാക്കി ഈ സംവിധാനങ്ങൾ മുഴുവനും തകർന്നു പോകും. ദുനിയാവിൽ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോവും. പരസ്പരം കലഹവും പ്രശ്നവും. കാരണം മനുഷ്യൻ ആഗ്രഹിക്കുന്നത് എപ്പോഴും എന്താണ്? അവൻ്റെ സുഖവും അവൻ്റെ സന്തോഷവും അവൻ്റെ ആർഭാടവും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അടുത്തവൻ്റെ അവകാശങ്ങളെക്കുറിച്ച് അവൻ വിസ്മരിക്കും, അടുത്തവൻ താൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വിസ്മരിക്കും. അപ്പോൾ അത് ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ആകാശഭൂമി, ഈ ഭൂമി മൊത്തം തകർന്ന് തരിപ്പണമാകത്തില്ലേ? പൂർണ്ണമായിട്ടും എല്ലാ അർത്ഥത്തിലും പ്രശ്നങ്ങളോടെ പ്രശ്നങ്ങളാവൂലേ? അതൊരിക്കലും നടക്കാൻ പോകുന്നതല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. അതിനുശേഷം ഖിയാമത്ത് നാളിൽ
ജനങ്ങൾ രണ്ട് വിഭാഗമാകുന്നു. ഒരു കൂട്ടർ ഈമാനെ അമലെ സാലിഹാത്ത്, അപ്പോൾ അവരുടെ അമലെ സാലിഹാത്തിൻ്റെ ത്രാസ് ഭാരമുള്ളതായിരിക്കും. രണ്ടാമത്തൊരു കൂട്ടം അവരുടെ അമൽ തിന്മയുടെ ത്രാസായിരിക്കും ഭാരമുണ്ടാകുന്നത്. നന്മയുടെ ത്രാസിന് എന്തുണ്ടാവില്ല, ഭാരമുണ്ടാകില്ല. അവർക്ക് അന്നേ ദിവസം അവരുടെ ബന്ധങ്ങളൊന്നും അവർക്ക് യാതൊരു ഉപകാരവും ചെയ്യില്ല എന്നും പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. എത്രത്തോളം അവർ ദുനിയാവിലേക്കൊന്ന് തിരിച്ചു പോകാൻ ആഗ്രഹിക്കും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കും, നിങ്ങൾ ദുനിയാവിൽ എത്ര നാൾ ഉണ്ടായിരുന്നു? അപ്പോൾ അവർ പറയും, ഞങ്ങൾ ഒരു ദിവസം, കഷ്ടിച്ചൊരു ദിവസമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അവർക്ക് അത് ആഖിറത്തിൻ്റെ ദൈർഘ്യം കാണുമ്പോൾ അവർക്ക് ഫീലാകുന്നത് 60-70 വർഷം ദുനിയാവിൽ ജീവിച്ചത് ഒരു ദിവസം പോലെ ഫീൽ ചെയ്യും. കാരണം അത്രയും ചുരുങ്ങിയതായിട്ട് അവർക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അവർ പറയുന്ന അങ്ങനെയാണ്, ഞങ്ങൾ ഒരു ദിവസം അല്ലെങ്കിൽ അതിൽ താഴെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഈ സൂറത്തിൻ്റെ അവസാന ഭാഗത്തായിട്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ എങ്ങനെയാണ് ഉമ്മത്ത് ദുആ ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ്. റബ്ബിഗ്ഫിർ വർഹം വ അൻത ഖൈറുർ റഹീമീൻ. അല്ലാഹുവേ, നീ കരുണ ചെയ്യുകയും പാവങ്ങൾ പുറത്തു തരികയും ചെയ്യണമേ. നീ ഏറ്റവും കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമൻ, മഹാൻ നീയാണല്ലോ എന്ന് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുബാറക്കായ നാവിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ സൂറത്തിൻ്റെ അവസാനം. അടുത്ത സൂറത്ത് നൂറാണ്. ഇത് തങ്ങളുടെ മദീന ജീവിതത്തിലുള്ള അവതരിച്ച സൂറത്താണ്. 64 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. 9 റുക്കൂകളാണ്. ഈ സൂറത്ത് വളരെ പ്രത്യേകതകളുള്ള സൂറത്താണ്. ഒന്നാമത്തെ പ്രത്യേകത, അള്ളാഹുവിൻ്റെ പ്രകാശം, ഹിദായത്തിൻ്റെ പ്രകാശത്തെ ഈ സൂറത്തിൽ വിവരിക്കുന്നത് കൊണ്ടാണ് നൂർ എന്ന പേര് ഈ സൂറത്തിന് വന്നിരിക്കുന്നത്. പ്രകാശം എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ സൂറത്തിലെ പ്രധാനപ്പെട്ട വിഷയം തന്നെ സമൂഹത്തിലെ അശ്ലീലതകളും സമൂഹത്തിലെ ലജ്ജയില്ലാത്ത പെരുമാറ്റങ്ങളും വൃത്തികേടുകളെയും കൃത്യമായി വരച്ച് കാണിച്ച് അതിനെ എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, പ്രതിരോധിക്കാം, എങ്ങനെ അതിനെതിരെ പ്രവർത്തിക്കാം, അതിനുള്ള കാരണങ്ങളെ കൃത്യമായി ഓരോന്നായിട്ട് വിവരിക്കുന്നതാണ് ഈ സൂറത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച. അപ്പോൾ കഴിഞ്ഞ സൂറത്തുൽ മുഅ്മിനീങ്ങളുടെ ഗുണങ്ങൾ വർണ്ണിച്ച കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, അവരവരുടെ പ്രൈവറ്റ് പാർട്ടുകൾ സൂക്ഷിക്കുന്നവരാണ്, ഗുഹ്യഭാഗങ്ങൾ സൂക്ഷിക്കുന്നവരാണ് എന്ന്. അപ്പോൾ ഒരു പവിത്രമായ ജീവിതം, അതുപോലെ തന്നെ പാതിവൃത്യത്തോടുകൂടെ ജീവിക്കുക, അതിനെതിരെ സമൂഹത്തിൽ നടക്കുന്ന അശ്ലീലതകളെയും വൃത്തികേടുകളെയും കൃത്യമായി തടയിടാനുള്ള ശിക്ഷാ നടപടികൾ, അതാണ് ഈ സൂറത്തിൽ എന്ത് ചെയ്യുന്നത്, വിവരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് വ്യഭിചാരം. ഇപ്പോൾ വ്യഭിചാരത്തിൻ്റെ ശിക്ഷയെക്കുറിച്ച് കൃത്യമായി ഈ പരിശുദ്ധ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ അതിൽ വ്യഭിചാരം, വിവാഹം കഴിക്കാത്ത പുരുഷനോ സ്ത്രീയോ വ്യഭിചരിക്കുകയാണ് എങ്കിൽ അവരുടെ ശിക്ഷ അവർക്ക് 80 ചാട്ടവാറടിക്കുക എന്നുള്ളതാണ് അവർക്ക് കൊടുക്കേണ്ട ശിക്ഷ എന്ന് കൃത്യമായി പറയുന്നു. അതുപോലെ തന്നെ വിവാഹം കഴിച്ചവരാണ് എങ്കിൽ അവരെ എറിഞ്ഞു കൊല്ലുക എന്നത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിലൂടെ ഉമ്മത്തിന് അത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു വിഷയമാണ് ഖദ്ഫ് എന്ന് പറയുന്ന, അതായത് ഒരാളുടെ മേൽ ആരോപണം നടത്തുക, തെറ്റായ ആരോപണം. ഒരാൾ വ്യഭിചരിച്ചു എന്ന് നമ്മൾ മറ്റൊരാളുടെ മേൽ ആരോപണം നടത്തുന്ന ഒരു വിഷയം, ഇത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. അപ്പം ഗൗരവമുള്ള വിഷയമായതുകൊണ്ട് ഒരാൾ ആരോപണം നടത്തിയ തൻ്റെ ആരോപണം തെളിയിക്കാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ അയാളെ എന്ത് ചെയ്യും, തിരിച്ച് ഈ പറയപ്പെട്ട ചാട്ടവാറ് കൊണ്ടുള്ള അടി അദ്ദേഹത്തിന് കൊടുക്കും. അതിന് ഖദ്ഫിൻ്റെ ഹദ്ദ് എന്നാണ് പറയുന്നത്. അപ്പം സിനയുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും ഒരു സിന നടന്നിട്ടുണ്ട് എങ്കിൽ അപ്പോൾ അത് പല രീതിയിൽ സംഭവിക്കാം. ഒന്നുണ്ട്, ഒരു സ്ത്രീയും പുരുഷനും ഉഭയകക്ഷി സമ്മതപ്രകാരം പരസ്പരം എന്ത് ചെയ്യുന്നു, സിന ചെയ്യുന്നു. ഇത് സമൂഹത്തിൽ ഇത് വ്യാപിക്കുന്നത് സമൂഹം മൊത്തം തകരാൻ തന്നെ കാരണമാണ്. അപ്പോൾ അതുകൊണ്ട് 4 സാക്ഷികളെയാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. 4 സാക്ഷികൾ കൊണ്ടുവന്ന് ഈ കുറ്റകൃത്യം 4 പേര് കോടതിയിൽ പോയിട്ട് എന്ത് ചെയ്യുന്നു, സാക്ഷി നിൽക്കുന്നു. ഇനി 2 പേര് എന്ത് ചെയ്തു, കുറ്റകൃത്യം ചെയ്യുന്നതായിട്ട് ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടു.
എങ്കിൽ ഇവിടെ 4 പേര് വേണം, 4 പേര് സാക്ഷി പറയണം. ഈ 4 പേര് സാക്ഷി പറഞ്ഞു കഴിഞ്ഞാൽ ആ 4 പേരുടെ സാക്ഷിത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ശിക്ഷ നടപ്പാക്കും. ഇനി ഒരു പുരുഷൻ സ്ത്രീയെ പീഡിപ്പിക്കുന്നു എങ്കിൽ ഇവിടെ വാദിയും പ്രതിയും വന്നു കഴിഞ്ഞു. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സാധാരണ വാദിയും പ്രതിക്കും വേണ്ട നിയമങ്ങളാണ്. ഹദീസുകളിലൂടെ നമുക്കത് കാണാൻ കഴിയും. 2 പേരുടെ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ വാക്കുകൾ, അതുപോലെ തന്നെ സാഹചര്യ തെളിവുകൾ, ഇതെല്ലാം പരിശോധിച്ചുകൊണ്ട് അവിടെ ചിലപ്പോൾ 4 പേരുടെ ആവശ്യം വരികയില്ല. 4 പേരുടെ ആവശ്യമില്ലാതെ തന്നെ, കാരണം അവിടെ വാദിയും പ്രതിയുമുണ്ട്. അപ്പോൾ വാദിയും പ്രതിയും വന്നു കഴിഞ്ഞാൽ പിന്നെ അത് തെളിയിക്കപ്പെടുന്നതിൻ്റെ രീതി വേറൊന്നാണ്. അത് നമുക്ക് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിലൂടെ കാണാൻ കഴിയും. പിന്നെ വേറൊരു വിഷയമാണ്, ഭാര്യ ഭർത്താവും തമ്മിൽ ഈ പ്രശ്നത്തിൽ ഭാര്യയ്ക്കെതിരെ തൻ്റെ ഭർത്താവ് ഈ ആരോപിക്കുന്നു. ഇവിടെയും 4 സാക്ഷികളുമായി ബന്ധപ്പെട്ട നിയമമല്ല. ഇവിടെ ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയ്ക്കെതിരെ ആരോപണം നടത്തുകയാണ്. ഭാര്യ ഇതേപോലെ തന്നെ പരപുരുഷ ബന്ധമുണ്ട്, ഞാനത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹം പോയിട്ട് 4 സാക്ഷികളുടെ ആവശ്യം ഇദ്ദേഹത്തിനില്ല. ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ നടത്തുന്ന മറ്റൊരു രീതിക്കാണ് ലിആൻ എന്ന് പറയുന്നത്. അതും ഈ സൂറത്തിൽ പ്രധാനമായിട്ടും ചർച്ചാ വിഷയമാണ്. ലിആൻ എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും കൃത്യമായി സത്യം ചെയ്ത് കോടതിയിൽ അവർ സത്യം ചെയ്യണം. അങ്ങനെ സത്യം ചെയ്ത് 5 തവണ അവർ സത്യം ചെയ്യുന്നു. ഓരോ തവണയും സത്യം ചെയ്യുന്നതിന് മുമ്പ് അവരുടെ മുന്നിൽ ഈ വിഷയങ്ങളെല്ലാം പറയും. നാളെ ആഖിറത്തിൽ കിട്ടാൻ പോകുന്ന ശിക്ഷ അത് ഇതിനേക്കാൾ വലിയ ശിക്ഷയാണ്, ദുനിയാവിൽ നിങ്ങൾക്ക് കിട്ടാനിരിക്കുന്ന ശിക്ഷയേക്കാൾ വലിയ ശിക്ഷയാണ്. അതുകൊണ്ട് നിങ്ങളിൽ ആരാണോ തെറ്റ് ചെയ്ത് അവർ സമ്മതിക്കുക. ഭർത്താവിൻ്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ അദ്ദേഹം ഖദ്ഫിൻ്റെ ഹദ്ദ് വാങ്ങാൻ തയ്യാറാകുക. ഭാര്യയുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ അവർ സിനയുടെ ശിക്ഷ ഏറ്റെടുക്കാൻ തയ്യാറാകുക. ഇനി അതല്ല, നിങ്ങൾ രണ്ടും നിങ്ങളുടെ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഭാര്യ പറയുന്നു ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ഭർത്താവ് പറയുന്നു ഇല്ല ഇവൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇവരെ 2 പേരുടെ ഇടയിൽ ലിആൻ നടത്തുമെന്നാണ്. അപ്പോൾ ആ ലിആൻ എന്ന് പറഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, അവളാണ് തെറ്റ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് പ്രത്യേക രൂപമുണ്ട്. ആ രൂപത്തിൽ സത്യം ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ 5 തവണ സത്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഭാര്യ ഭർത്താവുമാർ 2 പേരും രണ്ടാക്കി കാളി എന്ത് ചെയ്യും, 2 പേരെയും വേർതിരിക്കും. അപ്പോൾ ഇവർ ഇനി ഭാര്യ ഭർത്താക്കന്മാരല്ല. ഇവരുടെ വിവാഹ ബന്ധമെല്ലാം ഇതോടുകൂടി അവസാനിക്കുന്നതാണ്. ഇതാണ് മറ്റൊരു നിയമം. ഇതിനാണ് ലിആൻ എന്ന് പറയുന്നത്. ഇത് 3ഉം ഈ പരിശുദ്ധമായ സൂറത്തിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പരാമർശിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ സൂറത്തിൻ്റെ 10ാമത്തെ ആയത്ത് മുതൽ ഏകദേശം 20ാമത്തെ ആയത്ത് വരെ ബഹുമാനപ്പെട്ട മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹായുടെ നിരപരാധിത്വം തെളിയിക്കുന്ന ആയത്താണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം, ആയിഷ റളിയല്ലാഹു തആല അൻഹായുടെ ഒരു സംഭവം, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സൂറത്ത് നേരത്തെ നമ്മൾ പറഞ്ഞു ഇത് മദീന ജീവിതത്തിൽ അവതരിച്ചതാണെന്ന്. അപ്പോൾ ഇത് ഹിജറ ഏകദേശം 8ാം വർഷമാണ് ഈ സൂറത്ത് അവതരിക്കുന്നത്. കാരണം ഈ ഹിജറ 8ാം വർഷം ബനു മുസ്തലഖ് ഗോത്രത്തിൽപ്പെട്ട ആൾക്കാർ നബിതങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി വലിയ സന്നാഹങ്ങൾ ഒരുക്കുന്നു എന്ന വിവരം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടുകയാണ്. അങ്ങനെ അവർക്കെതിരെ പുറപ്പെട്ടു പോവുകയാണ് മുസ്ലിം പട്ടാളം, മുസ്ലിം സംഘം പുറപ്പെട്ടു പോവുകയാണ്. അപ്പോൾ അതിൻ്റെ യാത്രയിലും തിരിച്ചു വരുന്ന യാത്രാമധ്യയിൽ നടക്കുന്നൊരു സംഭവമാണിത്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഇവർ ഇടയ്ക്ക് യാത്രാ സംഘം ഇടയ്ക്ക് ഇറങ്ങും. അവരുടെ നമസ്കാരം അതുപോലെ തന്നെ ബാക്കിയുള്ള പ്രാഥമിക ആവശ്യങ്ങളെല്ലാം നിർവഹിക്കാൻ വേണ്ടി വെള്ളവും എല്ലാ സൗകര്യമുള്ള ഒരു സ്ഥലത്ത് എന്ത് ചെയ്യാറുണ്ട്, ഇറങ്ങാറുണ്ട്. അപ്പോൾ അങ്ങനെ ആയിഷ റളിയല്ലാഹു തആല അൻഹ അങ്ങനെ ഇറങ്ങിയ സ്ഥലത്ത് വെച്ച് അവരുടെ മാല നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ അവർ മാല തിരക്കി അവരുടെ ആവശ്യങ്ങൾ നടത്താൻ പോയ സ്ഥലത്ത്, പ്രാഥമിക ആവശ്യങ്ങൾ നടത്താൻ പോയ സ്ഥലത്ത് മാല തിരക്കി പോയ സമയത്ത് എല്ലാവരും തിരിച്ചു വന്നു. ഇവർ മാല തിരക്കി, ആയിഷ റളിയല്ലാഹു തആല അൻഹ മാല തിരക്കുന്ന ആ തിരക്കിലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ യാത്ര ചെയ്യുന്ന ആ ഒട്ടക കട്ടിൽ, അപ്പം അത് 4 ഭാഗത്തും മറയാണ്. അപ്പം സേവകന്മാർ ഖാദിമീങ്ങൾ വിചാരിച്ചു ആയിഷ റളിയല്ലാഹു തആല അതിനകത്തുണ്ടെന്ന്. വലിയ വെയിറ്റ് ഒന്നും ഇല്ലാതിരുന്ന കാലഘട്ടമായിരുന്നു. ആയിഷ റളിയല്ലാഹു തആലയ്ക്ക് വലിയ വെയിറ്റ് ഇല്ല. അപ്പോൾ ഈ സാധനം നല്ല വെയിറ്റ് ഉള്ളതാണ്. അപ്പോൾ ഇത് പൊക്കി അവരെന്ത് ചെയ്തു, ഈ മൃഗത്തിൻ്റെ മേളിൽ വെച്ചു. ഇതിനകത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ഉണ്ടെന്നാണ് അവരും വിചാരിച്ചത്. എന്തായാലും അവർ യാത്ര പുറപ്പെട്ടു പോയി. ആയിഷ റളിയല്ലാഹു തആല അൻഹ മാല കിട്ടി തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇവിടെ ആരുമില്ല, എല്ലാവരും പോയി കഴിഞ്ഞു. മഹദി മനസ്സിലായി ഇവർ എന്നെ തിരക്കും, യാത്രാമധ്യയിൽ എന്തെങ്കിലും ആവശ്യം വരുമ്പോഴത്തേക്ക്
ഞാൻ അവിടെ ഇല്ല എന്നറിയുമ്പോഴത്തേക്ക് അവർ തിരിച്ച് ഇവിടെ തന്നെ വരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹ അവിടെ തന്നെ അവരെയും കാത്ത് ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അന്നത്തെ പട്ടാളത്തിലൊരു സിസ്റ്റമാണ്, യാത്ര ചെയ്തു പോകുന്ന പട്ടാളത്തിൻ്റെ അവസാന ഭാഗത്തുനിന്ന് ഒരു ആൾ എന്ത് ചെയ്യും, ഒരാളെ നിയമിക്കും. അദ്ദേഹത്തിൻ്റെ ജോലി ഈ പട്ടാളി യാത്രയുടെ വഴിമധ്യേ ഇറങ്ങുന്ന സമയത്തൊക്കെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം കളക്ട് ചെയ്ത് കറക്റ്റ് സ്ഥലത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജോലി. അപ്പോൾ ഈ ജോലി ചെയ്തിരുന്നത് അന്ന് സഫ്വാൻ ബിൻ മുഅത്തൽ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. അപ്പോൾ സഫ്വാൻ ബിൻ മുഅത്തൽ റളിയല്ലാഹു തആല അൻഹു വരുമ്പോൾ അടുത്തേക്ക് വരുമ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ അവിടെ ഇരിക്കുന്നത് കാണുകയാണ്. ഇപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ കണ്ടത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി തആല അലൈഹിയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ കണ്ടപാടെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നു. അപ്പോൾ അതിനകത്തെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, മിസ്തഹ് റളിയല്ലാഹു തആല അൻഹുവിന് ഇത് ആയിഷ റളിയല്ലാഹു തആല അൻഹാണെന്ന് മനസ്സിലായത് തന്നെ പർദയുടെ നിയമം ഇറങ്ങുന്നതിന് മുമ്പ് ആയിഷ റളിയല്ലാഹു തആലയെ കണ്ടിട്ടുണ്ട് എന്നാണ് ഹദീസിൽ പറയുന്നത്. പർദയുടെ നിയമം ഇറങ്ങുന്നതിന് മുമ്പ് ആയിഷ റളിയല്ലാഹു തആലയെ കണ്ടിട്ടുണ്ട്, അതിനുശേഷം കണ്ടിട്ടേ ഇല്ല. അതിനുശേഷം കാണുന്നത് ഇപ്പോഴാണ്. ഇപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ മുഖം എന്ത് ചെയ്തിട്ടുണ്ട്, തുറന്നിട്ടിട്ടുണ്ട്. ആ സമയത്താണ് മിസ്തഹ് റളിയല്ലാഹു തആല അവരെ കാണുന്നത്. കണ്ട ഉടനെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നു. ഉടൻ തന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹ വസ്ത്രം താഴ്ത്തിയിട്ടു എന്നാണ് ബുഖാരിയിലുള്ളത്. ഉടൻ തന്നെ ഇത് കേട്ട ഉടൻ തന്നെ ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹ വസ്ത്രം താഴ്ത്തിയിട്ടു, അതായത് മുഖത്തിൻ്റെ വസ്ത്രം താഴ്ത്തിയിട്ടു. പിന്നെ ബഹുമാനപ്പെട്ട മിസ്തഹ് റളിയല്ലാഹു തആല അൻഹു തൻ്റെ ഒട്ടകത്തെ താഴ്ത്തുന്നു, ഒട്ടകം കുനിയുന്നു. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല ഒട്ടകത്തിൽ കയറുന്നു. പിന്നെ ബഹുമാനപ്പെട്ട മിസ്തഹ് റളിയല്ലാഹു തആല അൻഹു ആ ഒട്ടകത്തെ തെളിച്ചുകൊണ്ട് യാത്ര പോവുകയാണ്. മിസ്തഹ് റളിയല്ലാഹു അൻഹു നടന്നുകൊണ്ടാണ് യാത്ര ചെയ്തത്. അങ്ങനെ പോയി അവിടെ എത്തിയപ്പോൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ എത്തിയപ്പോഴത്തേക്ക് കുറച്ച് മുനാഫിക്കീങ്ങൾ ഒരു കിംവദന്തി അവിടെ പരത്തുകയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയും മിസ്തഹ് റളിയല്ലാഹു തആല സഫ്വാൻ റളിയല്ലാഹു തആല അൻഹുവിനെയും വെച്ചുകൊണ്ട് മോശത്തരങ്ങൾ പറയാൻ തുടങ്ങി. ഇത് പറഞ്ഞങ്ങ് പരത്തി. എത്രത്തോളം അത് ഉമ്മത്തിൽ വലിയ ക്ഷീണമുണ്ടാക്കി, ഇസ്ലാമിക സമൂഹത്തിൽ വലിയ ക്ഷീണമുണ്ടാക്കി. ഇവരുടെ വാക്ക് കേട്ട് ഒരു 2-3 മുസ്ലിമീങ്ങൾ പോലും, സഹാബാക്കൾ പോലും പെട്ടുപോയി. സഹാബാക്കൾ പോലും ഈ വിഷയത്തിൽ ആ മുനാഫിക്കീങ്ങളുടെ വാക്കിൽ അറിയാതെ വിശ്വസിച്ചു. അവരും ഇത് പറയാൻ തുടങ്ങി. എല്ലാ സഹാബാക്കളും ഇല്ല, ഒരു 3 സഹാബാക്കൾ. ആ ഒരു വിഷയം മുസ്ലിം സമൂഹത്തിൽ പ്രത്യേകിച്ച് മദീനയിൽ വലിയ പ്രശ്നമായി. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകെ അസ്വസ്ഥതയാണ്, സഹാബാക്കളാകെ അസ്വസ്ഥതയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ പാതിവൃത്യം, ആയിഷ റളിയല്ലാഹു തആലയുടെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ്റെ ഈ ആയത്തുകൾ ഇറങ്ങുന്നത്. ലോകത്ത് ഒരു സ്ത്രീയുടെ നിരപരാധിത്വം, അവരുടെ പാതിവൃത്യം തെളിയിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ മാത്രമല്ല ഇതിനു മുമ്പുണ്ടായിരുന്ന വഹികളിൽ പോലും ഉലമാക്കൾ പറയുന്നു ആയിഷ റളിയല്ലാഹു തആല മാത്രമാണ് അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി ഇറക്കിയത് എന്ന്. അങ്ങനെ ഇതിനകത്ത് ആയിഷ റളിയല്ലാഹു തആലയുടെ നിരപരാധിത്വം തെളിയുന്ന ഭാഗമാണിത്. അതിനുശേഷം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്, നല്ല സ്വഭാവമുള്ളവർക്ക് നല്ല സ്വഭാവമുള്ളവരെ കിട്ടും. ഇത് തുടക്കവും ഈ സൂറത്തിൻ്റെ തുടക്കഭാഗത്തും ഈ ആയത്തുണ്ട്. അതായത് വ്യഭിചാരം നടത്തി ജീവിക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരും അങ്ങനെയുള്ളവരെയാണ് വിവാഹം കഴിക്കുന്നത്. അപ്പോൾ അവർക്ക് ഈ വിഷയത്തിൽ യാതൊരു ലജ്ജയോ ഒന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ വ്യഭിചാരം നടത്തുന്ന സ്ത്രീകൾക്ക് അവർക്ക് കിട്ടുന്ന പുരുഷന്മാരും അവർ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പുരുഷന്മാരും അങ്ങനെയുള്ളവരാണ്. അപ്പോൾ അത് തന്നെ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞാൽ ഖബീസാതു ലിൽ ഖബീസീന. കാരണം ഒരു സമൂഹത്തിൽ നല്ലവരായിട്ട് ജീവിക്കുമ്പോൾ ആ സമൂഹത്തിലെല്ലാവരും, നമ്മളിപ്പോൾ നന്നായിട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ വഴിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും നന്നായിട്ട് തന്നെ ജീവിക്കും. അതിലെ സമൂഹത്തിലെ എല്ലാവരും ദുഷിച്ചവരാകുമ്പോൾ ബാക്കിയുള്ളവരും അത് കണ്ടിട്ട് എന്ത് ചെയ്യും, ദുഷിച്ചവരായി പോകും. അപ്പം അതുകൊണ്ട് വിവാഹവുമായി ബന്ധപ്പെട്ട് നല്ലവർക്ക് എപ്പോഴും നല്ലവരെ കിട്ടും, അവരുടെ വിവാഹം അവർക്കത് പ്രശ്നമില്ല. പക്ഷേ മോശത്തരമായി ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന ഇണകളും അങ്ങനെയാണ്. കാരണം അതിൽ അവർക്ക് പ്രശ്നമില്ല. ഇതെല്ലാം തൗബ ചെയ്യാത്തവരെ സംബന്ധിച്ചുള്ളതാണ്. അള്ളാഹുവിലേക്ക് തെറ്റ് ചെയ്ത് തൗബ ചെയ്ത് മടങ്ങാത്തവരെ സംബന്ധിച്ചിട്ടുള്ളതാണ് ഈ ആയത്തുകളിൽ പരാമർശിക്കുന്ന വിഷയം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ആയത്ത്
ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തന്നെ സമൂഹത്തിലുള്ള അശ്ലീലതകളും വൃത്തികേടുകളെയും നിരാകരിക്കുക, നല്ല പാതിവൃത്യമുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്നതാണ് ഈ ആയത്തിൻ്റെ പ്രധാന പ്രമേയം തന്നെ. അപ്പോൾ ഈ വ്യഭിചാരവും അങ്ങനെയുള്ള കുറ്റങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്ന ചില നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന ചില പ്രവണതകൾ, അതിനെ കൃത്യമായി വരച്ച് കാണിക്കുകയാണ് ഇനിയുള്ള ആയത്തുകളിലൂടെ. അപ്പോൾ ഒന്നാമത്തത് വസ്ത്രവിഷയങ്ങളാണ്, സ്ത്രീകളുടെ വസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അതുപോലെ തന്നെ മുഅ്മിനീങ്ങൾ അവരുടെ നോട്ടം സൂക്ഷിക്കുന്ന കാര്യം അത് കൃത്യമായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ പരസ്പരം വീടുകളിൽ കയറുന്നതിനെ സംബന്ധിച്ച് ഒരാൾ മറ്റൊരാളുടെ വീട്ടിൽ അനുവാദമില്ലാതെ കയറാൻ പാടില്ല. സലാം പറയുക, എന്നിട്ട് അവരോട് അനുവാദം ചോദിക്കുക, അനുവാദം ചോദിച്ചതിന് മാത്രം കയറുക. ഈ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇനി പറയുന്നത്. അപ്പോൾ വസ്ത്രവുമായി ബന്ധപ്പെട്ട് മുഅ്മിനീങ്ങളോട് പറഞ്ഞിരിക്കുന്ന വിഷയം, അതുപോലെ തന്നെ മുഅ്മിനാത്തുകളോട് പറഞ്ഞ വിഷയം, പുരുഷന്മാരോട് പറഞ്ഞ വിഷയമാണ് എന്ത് ചെയ്യുക, നോട്ടങ്ങളെ താഴ്ത്തുക, അന്യ സ്ത്രീകളെ നോക്കാതിരിക്കുക, അത് നോട്ടം താഴ്ത്തി നടക്കുക, അതുപോലെ തന്നെ ഗുഹ്യഭാഗങ്ങൾ സൂക്ഷിക്കുക എന്നും, കാരണം അത് ഏറ്റവും പരിശുദ്ധമാണ് എന്ന് പറയും. സ്ത്രീകളോടും പറയുകയാണ് അവരവരുടെ നോട്ടങ്ങളെ താഴ്ത്തുക, അതുപോലെ തന്നെ ഗുഹ്യഭാഗങ്ങളെ സൂക്ഷിക്കുക, അതുപോലെ തന്നെ അവരുടെ സീനത്ത് അവർ പ്രകടമാക്കാൻ പാടില്ല. സീനത്ത് എന്ന് വെച്ചാൽ സാധാരണ സ്ത്രീകൾ ആഭരണങ്ങളായി അണിയുന്ന ഭാഗങ്ങൾ, മേക്കപ്പ് ചെയ്യുന്ന ഭാഗങ്ങൾ, ഇതൊക്കെ സീനത്താണ്, മുഖമെല്ലാം ഇതിൽപ്പെടും. അപ്പോൾ ഇതൊന്നും തന്നെ പ്രകടമാക്കാൻ പാടില്ല. എന്നാൽ ഇല്ലാ മാ ലഹറ മിൻഹ, മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, ഇല്ലാ മാ ലഹറ മിൻഹ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഒക്കെ പറയുന്നത് ലഹറ മിൻഹ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രകടമായ ശരീരകോലമാണ്. ഒരു സ്ത്രീ വസ്ത്രം ധരിച്ചാലും അവർ സ്ത്രീയാണെന്ന് പ്രകടമാകുന്ന ഒരു രൂപമുണ്ട് വസ്ത്രത്തിൻ്റെ, ആ ഭാഗമാണെന്നാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ തഫ്സീറുണ്ട്. അപ്പോൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ ചിലപ്പോൾ സ്ത്രീകൾക്ക് മുഖം കാണിക്കേണ്ടി വരും, അങ്ങനെയുള്ള സന്ദർഭമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, മുഖം എന്ത് ചെയ്യേണ്ടി വരും, ഓപ്പൺ ചെയ്യേണ്ടതായിട്ട് വരും. ചില സമയത്ത് മുഖം അല്ലാതെ തന്നെ ഓപ്പണായി പോകും, കാറ്റടിക്കുമ്പോൾ തുണി മാറും. ഇതൊക്കെയാണ് ഇല്ലാ മാ ലഹറ മിൻഹ എന്ന്. ഇത് സൂറത്തുൽ അഹ്സാബിലും ഈ വിഷയം വരുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ വളരെ നമ്മൾ നേരത്തെ പറഞ്ഞ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഈ ഹദീസ് അല്ലെ ഈ ആയത്ത് വന്നപ്പോൾ ആ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എങ്ങനെയാണോ അമൽ ചെയ്തത്, പൂർണ്ണമായി മുഖമെല്ലാം മറച്ചുകൊണ്ട്, ബുഖാരിയിലെ റിവായത്ത് അനുസരിച്ച് മുഖമെല്ലാം മറച്ചുകൊണ്ടാണ് അന്നത്തെ സ്ത്രീകളെല്ലാം നടന്നിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ തഫ്സീർ നബി തങ്ങളുടെ കാലഘട്ടത്തിൽ നടന്ന ജീവിതമാണ്. സഹാബിയാത്തുകളായ സ്ത്രീകൾ എങ്ങനെയാണോ ജീവിച്ച് കാണിച്ചു തന്നത്, അതാണ് ഈ ആയത്തിൻ്റെ ഏറ്റവും വലിയ തഫ്സീർ. അപ്പോൾ ചുരുക്കത്തിൽ പൂർണ്ണമായും സ്ത്രീകൾ ആ വിഷയങ്ങളെല്ലാം സൂക്ഷിക്കുക. അതുപോലെ തന്നെ അവരുടെ ഈ ഭംഗി, അതായത് ഇങ്ങനെയുള്ള മുഖങ്ങളും അങ്ങനെയുള്ള ഭാഗങ്ങൾ അവർ കാണിക്കരുത്. ആർക്കല്ലാതെ ഇല്ലാ ലിബുഉലതിഹിന്ന, അവരുടെ ഭർത്താക്കന്മാരുടെ മുന്നിൽ അവർക്ക് അവരുടെ അലങ്കാരങ്ങൾ പ്രകടമാക്കാം. അതുപോലെ തന്നെ അവരുടെ പിതാവിൻ്റെ മുമ്പിൽ മുഖം കാണിക്കുക. അങ്ങനെയുള്ള അവർക്ക് മഹറമായ കുറേ പേരുടെ ലിസ്റ്റാണ് ഇനി കാണിക്കുന്നത്. പിതാവ്, അതുപോലെ തന്നെ ഭർത്താവിൻ്റെ മറ്റുള്ള ഭാര്യമാരിലൂടെയുള്ള മക്കൾ, അതുപോലെ തന്നെ അവരുടെ മക്കൾ, അതുപോലെ തന്നെ അവരുടെ സഹോദരങ്ങളുടെ മക്കൾ, സഹോദരിമാരുടെ മക്കൾ, അതുപോലെ തന്നെ സ്ത്രീകൾ, ഇങ്ങനെയുള്ള ആൾക്കാർ. അവസാനം പറയുന്നുണ്ട് വത്താബിഈന ഗൈരി ഉലിൽ ഇർബത്തി, സ്ത്രീകളോട് താല്പര്യമില്ലാത്ത ചില വൃദ്ധന്മാരായ ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ മുന്നിൽ ഈ മുഖം ഒന്നും കാണിക്കുന്നത് കുഴപ്പമില്ല. അപ്പോൾ ബാക്കിയുള്ളവരുടെ അടുക്കൽ സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ളവരുടെ അടുക്കൽ സൂക്ഷിക്കുക. പിന്നെ വല്ലത് വത്തിഫിലില്ലദീ ലം യൽഹറു അലാ ഔറാത്തിൻ നിസ, കൊച്ചുകുട്ടികൾ, 7, 8, 9 വയസ്സുള്ള കുട്ടികൾ, അവർക്ക് സ്ത്രീകളുടെ സ്വകാര്യതകളെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ലാത്ത കുട്ടികളാണെങ്കിൽ ആ കുട്ടികളുടെ മുമ്പിലും അവർക്ക് എന്ത് ചെയ്യാം, അവരുടെ ഈ ഭംഗി, അതായത് മുഖം, മുൻകൈ ഒക്കെ അവരുടെ മുന്നിൽ പ്രകടമാകുന്നതൊന്നും കുഴപ്പമില്ല എന്നാണ് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അടുത്തൊരു വിഷയം, ഈ വ്യഭിചാരത്തെ എങ്ങനെ എന്ത് ചെയ്യാം, സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കാം. അപ്പോൾ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്ന ഒരു മാർഗ്ഗമാണ് നിക്കാഹ് എന്നത്. അപ്പോൾ മനുഷ്യൻ്റെ അവൻ്റെ വികാരങ്ങൾ പൂർത്തിയാക്കാൻ നിക്കാഹ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗമാണ്. അപ്പോൾ ഈ സമൂഹത്തിൽ നടക്കുന്ന ഈ അശ്ലീലതകളും ഈ വ്യഭിചാരങ്ങളെയും തടയിടാനുള്ള ഏറ്റവും നല്ല മാർഗം വിവാഹമാണ്. അതുകൊണ്ട് തന്നെ ആയത്തിലൂടെ അള്ളാഹു പറയുന്ന വിവാഹത്തെ ഏറ്റവും എളുപ്പമാക്കുക, കൂടുതൽ കോംപ്ലിക്കേറ്റ് ആക്കാതിരിക്കുക.
അതാ പറയുന്നത് ഈ യകൂനു ഫുഖറാ യുഗ്നിഹിമുല്ലാഹു മിൻ ഫളിഹി. വിവാഹം കഴിക്കുന്ന ആളുടെ സമ്പത്ത് നോക്കി എല്ലാ നിബന്ധനകളും നോക്കേണ്ട കാര്യമില്ല. സമ്പത്തില്ലെങ്കിലും സമ്പത്ത് കുറവാണെങ്കിലും അവൻ സമ്പത്ത് കൊടുക്കുന്നവൻ അള്ളാഹുവാണ്. നിങ്ങൾ വിവാഹത്തെ പരമാവധി എളുപ്പമാക്കുക. അത് കൂടുതൽ കോംപ്ലിക്കേറ്റ് ആക്കുമ്പോഴെല്ലാം സമൂഹത്തിൽ അതിന് നേരെ ഓപ്പോസിറ്റായ വ്യഭിചാരം പ്രചരിക്കും, അത് വ്യാപകമാകും. അപ്പോൾ അതിലൂടെ വിവാഹത്തിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടുള്ള ആയത്താണ് അതിനുശേഷമുള്ള ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇനി അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രകാശത്തെക്കുറിച്ച് പറയുകയാണ്. അള്ളാഹു നൂറുസ് സമാവാതി വൽ അർദ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ പ്രകാശം, ആ പ്രകാശത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല വർണ്ണിക്കുകയാണ്. ഹിദായത്തിൻ്റെ പ്രകാശമാണ്. ആ ഹിദായത്തിൻ്റെ പ്രകാശത്തെ വളരെ സുന്ദരമായ ഉദാഹരണങ്ങളിലൂടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇവിടെ 3 ഉദാഹരണങ്ങളിലൂടെ അള്ളാഹു കാര്യം പറയുന്നു. ഒന്ന് മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയുള്ളതും 2 കാഫിരീങ്ങൾക്ക് വേണ്ടിയുള്ളതും. മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയുള്ള ഉദാഹരണം പറഞ്ഞതാണ് അള്ളാഹു നൂറുസ് സമാവാതി വൽ അർദ്. അപ്പം ആ ഉദാഹരണത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രകാശത്തെ, അവൻ്റെ ഹിദായത്തിൻ്റെ പ്രകാശത്തെ അവൻ എന്ത് ചെയ്യുന്നത്, ഒരു വിളക്ക് മാടത്തിൽ കത്തിച്ച് വെച്ചിരിക്കുന്ന വിളക്ക്, ആ വിളക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന എണ്ണ അതുപോലും ജെയ്ത്തിൻ്റെ എണ്ണയാണ്. ആ ജെയ്ത്ത് മരം അത് ഒരു മധ്യമായ സ്ഥലത്താണുള്ളത്, അതായത് കൂടുതൽ കിഴക്കുമല്ല പടിഞ്ഞാറുമല്ല. അപ്പം സൂര്യൻ്റെ താപം കൃത്യമായി അടിക്കുന്ന പ്രദേശത്തുള്ള ജെയ്ത്ത് മരത്തിൻ്റെ കാ. അപ്പോൾ അതിൻ്റെ കായുടെ എണ്ണ എന്ന് പറയുമ്പോൾ ആ എണ്ണ തന്നെ പ്രകാശിക്കുന്ന രീതിയിൽ നല്ല തെളിമയുള്ള എണ്ണയായിരിക്കും. ആ എണ്ണ വെച്ച് കത്തിച്ച വിളക്ക്, ആ വിളക്ക് ഇരിക്കുന്നത് തന്നെ ഗ്ലാസിൻ്റെ ഒരു വിളക്ക് മാടത്തിലാണ്. ഇത്രയും ഈ രീതിയിൽ വിളക്ക് വെച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രകാശത്തെ വർണ്ണിക്കുകയാണ്. ഉലമാക്കൾ പറയുന്നുണ്ട്, ഇമാം റാസി റഹ്മുള്ള പറയുന്നുണ്ട്, എന്തുകൊണ്ട് സൂര്യനിലേക്ക് വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രകാശത്തെ എന്ത് ചെയ്തില്ല, വർണ്ണിച്ചില്ല എന്ന്. ഇപ്പോൾ സൂര്യൻ്റെ പ്രകാശം എന്ന് പറയുമ്പോൾ അവിടെ ഇരുളില്ല. സൂര്യൻ്റെ പ്രകാശം വന്നാൽ ഒരിക്കലും ഇരുൾ കാണാൻ പറ്റില്ല. പക്ഷേ ഈ വിളക്കിൻ്റെ പ്രകാശം ഇരുളുള്ള സ്ഥലത്താണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് കൂടുതൽ പ്രയോജനം ചെയ്യുന്നത്. അപ്പോൾ ചുറ്റും എന്താണ്, ലലാലത്തും വഴികേടുമാണ്. അള്ളാഹുവിൻ്റെ ഈ പ്രകാശം അത് ഇരുളുള്ള സ്ഥലത്ത് വരുമ്പോഴത്തേക്ക് ആ ഇരുൾ മാറിപ്പോകും. അപ്പോൾ ആ രീതിയിൽ കൃത്യമായി അള്ളാഹു അവൻ്റെ പ്രകാശത്തെ വർണ്ണിക്കുകയാണ്. ഈ പ്രകാശം കിട്ടിയവരെന്ത് ചെയ്തു, വിജയിച്ചു. ഈ പ്രകാശം കിട്ടിയവർക്കാണ് രക്ഷ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹിദായത്തിനെ ഒരു പ്രകാശമായിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്, വർണ്ണിച്ചു തരികയാണ്. എന്നാൽ കാഫിരീങ്ങളുടെ ഉദാഹരണം, അവർ ചെയ്ത അമലുകൾ അവർക്ക് പ്രയോജനം ചെയ്യുമെന്ന് അവർ വിചാരിക്കുന്നു. ഏതുപോലെ, ഒരു മരീചിക പോലെയാണ്. അപ്പം മരീചിക എന്ന് പറഞ്ഞാൽ നമ്മൾ ദൂരത്ത് നിന്ന് നോക്കുമ്പോൾ മരുഭൂമിയിലൊക്കെ വളരെ ദൂരം നിന്ന് കാണുമ്പോൾ അവിടെ വെള്ളം കിടക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. നമ്മൾ താറിട്ട റോഡുകളിലും വളരെ ദൂരം നേരെയുള്ള റോഡാണെങ്കിൽ കുറേ ദൂരത്ത് നോക്കുമ്പോൾ കുറച്ച് സ്ഥലത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ അത് വെള്ളമല്ല എന്നതുപോലെയാണ് അവരവരുടെ അമലുകളെ വെച്ച് വിചാരിക്കുന്നത്. ഈ അമലുകൾ കൊണ്ട് നമുക്ക് രക്ഷപ്പെടാമെന്ന്. പക്ഷെ അവിടെ എത്തുമ്പോൾ, ആഖിറത്തിലെത്തുമ്പോൾ ഈ അമൽ അവർക്ക് ഒരു പ്രയോജനവും ഉണ്ടാകില്ല. അതുപോലെ തന്നെ അവരുടെ ഇരുളിനെ സംബന്ധിച്ച് പറയുകയാണ്, ആഴക്കടലിലുള്ള ഇരുളാണ് എന്ന് പറഞ്ഞാൽ മേഘം കൊണ്ട് പൊതിഞ്ഞ പൂർണ്ണ ഇരുളുള്ള ഒരു സമയത്ത് ഒരു കടൽ, ആ കടലിൽ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ആഴം, എത്രത്തോളം സൂര്യൻ്റെ പ്രകാശം പോലും എത്താത്ത ആഴം, ആ ആഴത്തിലാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കൈ എടുത്ത് വെളിയിൽ ഇട്ട് കഴിഞ്ഞാൽ കൈ പോലും കാണാൻ പറ്റാത്ത നിലയിലുള്ള ഇരുള്, അതാണ് ഒരു കാഫിറിൻ്റെ ഇരുള് എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൻ്റെ അവസാന ഭാഗത്ത് ഉദാഹരണമായിട്ട് വർണ്ണിച്ചു തരികയാണ്. അതിനുശേഷം കൊച്ചു കുട്ടികളുടെ തർബിയത്തുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞ വിഷയം തന്നെയാണ്, അതിൻ്റെ ബാക്കിയാണത്. കൊച്ചു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ അയൽവക്കത്തെ വീടുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, ചോദിക്കാതെ കയറി ഇറങ്ങി വരും. അതൊന്നും കുഴപ്പമുള്ള വിഷയമല്ല. അതുപോലെ തന്നെ സ്വന്തം വീടുകളിലും. പക്ഷേ അവരാണെങ്കിൽ പോലും നമ്മളവരെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. 3 സമയങ്ങളിൽ അവർ മറ്റുള്ളവരുടെ വീടുകളിൽ, അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലാണെങ്കിൽ പോലും സ്വകാര്യമായ റൂമുകളിലേക്ക് കടക്കുകയാണെങ്കിൽ 3 സമയങ്ങളിൽ അവരും അനുവാദം വാങ്ങണം. അത് പകൽ സമയത്തും ഉച്ച സമയത്തും രാത്രി ഉറങ്ങുന്ന സമയത്തും. ഇതൊക്കെ പൊതുവേ സ്ത്രീകൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന സമയങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് കുട്ടികൾ ഒറ്റയടിക്ക് റൂമുകളിലേക്ക് കയറി വരുന്നത് അത് മോശമാണ്. അപ്പോൾ അതിനെക്കുറിച്ചും എന്ത് പറയുകയാണ്. അത് ഒരു പക്ഷേ ഇങ്ങനെയല്ലാത്ത സമയങ്ങളിൽ ചിലപ്പോൾ കൊച്ചുകുട്ടികൾ അപ്പുറത്തെ വീട്ടിലും അയൽവക്കത്തെ വീട്ടിലും കയറി പോകുന്നതിന് പ്രശ്നമില്ല. പക്ഷേ ഈ 3 സമയങ്ങളിൽ റൂമുകളിലേക്ക് കയറുകയാണെങ്കിൽ അനുവാദം മേടിച്ചിട്ട് തന്നെ പോകണമെന്നും കൂടെ സൂചിപ്പിക്കുന്നു. എന്നാൽ ഇവർ പ്രായമായി കഴിഞ്ഞാൽ പിന്നെ വീടുകളിൽ കയറണമെങ്കിൽ മൊത്തത്തിൽ ഇവർ അനുവാദം വാങ്ങണമെന്നും പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. എന്നാൽ ഈ പറഞ്ഞ നിയമങ്ങളെല്ലാം തന്നെ
ചെറുപ്പക്കാരായ സ്ത്രീ പുരുഷന്മാർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ വയോവൃദ്ധയാണ്, വൈവാഹിക ജീവിതത്തിലോട് താല്പര്യമൊന്നുമില്ലാത്ത സ്ത്രീകൾ, വൃദ്ധയായ സ്ത്രീകൾ, ഇനി അവർക്ക് അങ്ങനെയുള്ള ഒരു ജീവിതമില്ല എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഔറത്ത് പറയുകയാണ്, അവരുടെ മുഖം മറ്റുള്ളവർ കാണുന്നതിനെ സംബന്ധിച്ച് പറയുകയാണ്, അവർക്ക് കുഴപ്പമില്ല അയ്യലായന സിയാബഹുന്ന, അവരുടെ വസ്ത്രം അതായത് മേൽ വസ്ത്രം, അതായത് നേരത്തെ പറഞ്ഞ സ്ത്രീകൾ അവരുടെ ശരീരം മുഴുവനും മറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു മേൽ വസ്ത്രമുണ്ടല്ലോ, ആ മേൽ വസ്ത്രം ഈ സ്ത്രീകൾ മാറ്റിവെക്കുന്നതിന് കുഴപ്പമില്ല, അല്ലാതെ മൊത്തം വസ്ത്രമല്ല. അപ്പോൾ അവരുടെ മുഖമൊക്കെ കാണും, അപ്പം അത് കുഴപ്പമില്ല. എന്നിരുന്നാലും അവരതും മറിച്ച് നടക്കലാണ് ഏറ്റവും നല്ലത്. അതും പരിശുദ്ധ ഖുർആൻ പറയാണ്, വഅയ്യസ്തഅഫിഫ്ന ഖൈറുൽ ലഹുന്ന, അവർക്ക് നല്ലത് അതും അതാണ്. പക്ഷേ ഇങ്ങനെയുള്ള സമയത്ത് അവരും മേക്കപ്പ് ഒന്നും ചെയ്യാൻ പാടില്ല, ആ ഒരു അവസ്ഥയിലായിരിക്കണം. മേക്കപ്പ് ഒന്നും ചെയ്യാത്ത വൃദ്ധയായ സ്ത്രീകൾ, അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, പൂർണ്ണമായിട്ടും അവരുടെ ഈ മേൽ വസ്ത്രം മാറ്റി നിർത്തി, അവർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല, നേരത്തെ പറഞ്ഞ നിയമങ്ങൾ അവർക്കെന്തല്ല ബാധകമല്ല എന്നും ഈ ലാസ്റ്റ് ഭാഗത്ത് പറയുകയാണ്. ഇതേപോലെ തന്നെ കുടുംബക്കാർ പരസ്പരം പാലിക്കേണ്ട മര്യാദകൾ, കുടുംബക്കാർ ഒരാൾ മറ്റൊരാളുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ടും അങ്ങനെയുള്ള കുറച്ച് മര്യാദകളെ സംബന്ധിച്ചാണ് പിന്നെ പരാമർശിക്കുന്നത്. അതുപോലെ തന്നെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബാക്കൾ കാണിക്കേണ്ട മര്യാദകൾ, എങ്ങനെയാണ് നബിതങ്ങളെ വിളിക്കേണ്ടത് എന്നുള്ള വിഷയങ്ങളെല്ലാം തന്നെ ഈ സൂറത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, പരാമർശിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദുആ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.